മക്കൾസ്, നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് നമ്മൾ യൂസ് ഓഫ് അൾട്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത്. അൾട്രാസോണിക് വേവിന്റെ ഉപയോഗം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ ഏറ്റവും ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഒന്ന് വൃക്കയിലെ ചെറിയ കല്ലുകളൊക്കെ എന്ത് ചെയ്യുക, കിഡ്നി സ്റ്റോൺ ഒക്കെ പൊടിച്ചു കളയാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന് സോണാറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കടലിന്റെ ആഴം കണ്ടെത്താൻ വേണ്ടി സോണാറുകളിലൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങനത്തെ അൾട്രാസോണിക് എന്ത് ചെയ്യുന്നു, വേവുകൾ ഉപയോഗിക്കുന്നു. മറ്റൊന്ന് നമ്മളെ ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ച് എന്ത് ചെയ്യുക, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു അൾട്രാസോണിക് വേവ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓർത്ത് വെക്കണം. ഇനി അതോടൊപ്പം തന്നെ സീസ്മിക് വേവ് ഓർത്ത് വയ്ക്കുക. ഭൂകമ്പം, അതേപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, വലിയ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഭൂമിയുടെ പാളിയിലൂടെ, അതായത് എർത്ത് ക്രസ്റ്റിലൂടെ എന്ത് ചെയ്യുക, സഞ്ചരിക്കുന്ന വേവുകളെ നമ്മൾ എന്ത് പറയുക, സീസ്മിക് വേവ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സീസ്മിക് വേവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുക, സീസ്മോളജി എന്ന് പറയാം. ഓർത്ത് വെക്കണം, 1 മാർക്കിന്റെ ചോദ്യമാണ്. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല. മറ്റൊന്ന് റിക്ടർ സ്കെയിലാണ്. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുകയാണ് അല്ലെ, ഇന്റൻസിറ്റി ഓഫ് എർത്ത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്, റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഓരോ മാർക്കിന്റെ, അതായത് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഒരു തവണ കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നല്ല ഉഷാറായിട്ട് പഠിക്കുക, പരീക്ഷ സെറ്റാക്കണം.